ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു CrocheMama. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ഇടുന്നത് നോക്കാം. ലാസ്റ്റ് വീഡിയോയിൽ സ്ലിപ്പ് നോട്ട് ഇടുന്നത് കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കാണുക. ഞാൻ ഇവിടെ തിക്കർ യാണാണ് യൂസ് ചെയ്യുന്നത്, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് കാണുള്ളൂ. ക്രോഷ്യ ഹുക്ക് അതിന് ആപ്റ്റായിട്ടുള്ളൊരു 5mm ക്രോഷ്യ ഹുക്ക് എടുത്തിട്ടുള്ളത്. ഈ രണ്ട് ടെക്നിക്കാണ് പഠിക്കുന്നത്. ഫസ്റ്റ് യാൺ എങ്ങനെയാണ് കയ്യിൽ ഹോൾഡ് ചെയ്യണമെന്ന് നോക്കാം. പിന്നെ നമുക്ക് ക്രോഷ്യ ഹുക്ക് എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന് ഫസ്റ്റ് നോക്കിയിട്ട് ചെയിൻ സ്റ്റിച്ചിലേക്ക് കിടക്കാം. ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഏതാ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സ്ലിപ്പ് നോട്ട് ഇടാം. ഞാനിവിടെ മെയിൻലി സെക്കൻഡ് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. യാൺ എങ്ങനെയാണ് ഞാൻ ഫിംഗേഴ്സിലൂടെ റാപ്പ് ചെയ്തെടുക്കണമെന്ന് കെയർഫുള്ളി നോട്ട് ചെയ്യാം. ഒന്നും കൂടി കാണിക്കാം. ഇങ്ങനെയാണ് ഞാൻ യാൺ ഹോൾഡ് ചെയ്ത് പിടിക്കാറ്. പിന്നെ ഇനി ക്രോഷ്യ ഹുക്ക് എങ്ങനെയാണ് പിടിക്കുക, രണ്ട് ടൈപ്പിൽ പിടിക്കാം. ഒന്ന് നിങ്ങൾ പെൻസിലും പെന്നൊക്കെ പിടിക്കണ പോലത്തെ മെത്തേഡിൽ പിടിക്കാം. പിന്നെ നമ്മൾ കത്തി പിടിക്കണ പോലത്തെ ടൈപ്പിലും പിടിക്കാം. ഞാൻ സെക്കൻഡ് മെത്തേഡാണ് യൂസ് ചെയ്യൽ. രണ്ട് യൂസ് ചെയ്താലും സ്റ്റിച്ചസൊക്കെ കറക്റ്റിൽ തന്നെയാണ് വരിക. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം. ഇത് പെൻസിൽ ടൈപ്പിൽ ഹോൾഡ് ചെയ്താൽ സ്റ്റിച്ചസ് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ഇടുന്നതെന്ന്. ഇനി നൈഫ് മെത്തേഡിൽ എങ്ങനെയാണ് ഞാൻ സ്റ്റിച്ചസ് ഇടുന്നത് നോക്കാം. ഇത് കണ്ടില്ലേ, എങ്ങനെ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും സ്റ്റിച്ചസ് സെയിം തന്നെ ഉണ്ടാവുക, അതിൽ വ്യത്യാസമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ ഏതാണെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ഇടുന്നത് ഞാൻ വളരെ സ്ലോ ആക്കി കാണിച്ചു തരാം. ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ നോട്ട് വളരെ ലൂസ് ആവാനും വളരെ ടൈറ്റ് ആവാനും പാടില്ല. അതിൻ്റെ ഒരു മീഡിയം ലെവലിൽ വേണം പിടിക്കാൻ. ഹുക്ക് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകണം. ഇനി ചെയിൻ സ്റ്റിച്ച് ഇടുമ്പോൾ ടിപ്പ് പോർഷനിൽ ശ്രദ്ധിക്കുക. ഹുക്കിൻ്റെ ഏറ്റവും ടിപ്പിൽ നോക്കുക. ചെയിൻ സ്റ്റിച്ച് ഇടുമ്പോൾ ഹുക്ക് എങ്ങനെ പോകണം കറക്റ്റ് നോട്ട് ചെയ്യുക. ഫസ്റ്റ് അപ്വേർഡ് പൊസിഷനിലാക്കിയിട്ട് യാണ് ഗ്രാബ് ചെയ്യുക. ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഡൗൺവേർഡ് പൊസിഷൻ, അഗെയിൻ അപ്വേർഡ് പൊസിഷൻ. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ ആ ഒരു നോട്ടിൻ്റെ ഉള്ളിൽ കൂടി കറക്റ്റായിട്ട് യാണും ഹുക്കും പോവുള്ളൂ. ഒന്ന് ഹുക്കിനെ ട്വിസ്റ്റ് ചെയ്യുന്നത് കണ്ടില്ലേ, ഫസ്റ്റ് അപ്വേർഡ് പൊസിഷനാണ്, പിന്നെ ഡൗൺവേർഡ് ആക്കി, വീണ്ടും പുറത്തേക്ക് വന്നിട്ട് അപ്വേർഡ് പൊസിഷനായി. ആ ഒരു ട്വിസ്റ്റിംഗ് ആണ് കിട്ടേണ്ടത്. ഇത് പ്രാക്ടീസ് ചെയ്താൽ കറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഫോം ചെയ്യുന്ന കാണാം. നിങ്ങളെ പ്രൊജക്റ്റിന് എത്ര ചെയിൻ സ്റ്റിച്ച് ആണെന്നുണ്ട് ഓരോ പ്രൊജക്റ്റിലും കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത്ര ചെയിൻ സ്റ്റിച്ച് ഇടുക. ഫസ്റ്റ് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ഇട്ടുകൊണ്ടേ നിൽക്കുക. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് കാണാൻ അത്ര നീറ്റൊന്നും ഉണ്ടാവില്ല, എന്നാലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെ കാണാം കുറേയൊക്കെ ചെയിൻ സ്റ്റിച്ച് ഒരുപോലെ വരുന്നത് കാണാം. അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തുന്നവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാണിത്. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, ബൈ.